ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്നും പോലെ തന്നെ മോൻ ഉറങ്ങാണ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാമെന്ന് ഓർത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഞാൻ ഫ്ലാസ്കിൽ ഊറ്റി വയ്ക്കാറുണ്ട്. മോൻ എണീക്കുമ്പോൾ ആൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ബാൽക്കണി ഓപ്പൺ ചെയ്യാനാണ് കേട്ടോ. ഒരു 5 to 6:30 എന്ന് പറഞ്ഞ ടൈം സൂപ്പർ ടൈമാണ് കേട്ടോ. എന്ന് വെച്ചാൽ മോർണിംഗിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയൊരു ടൈമാണ്. നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾ അവിടെ ഇരുന്നാണ് ടീ കോഫിയൊക്കെ കുടിക്കാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയും കൂടെയാണ് കേട്ടോ. പിന്നെ ആളുടെ ഒരു ഫേവറേറ്റാണ് പുട്ട്. സോ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ പുട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കട്ടിങ്ങൊക്കെ. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. എനിക്കതാണ് ഈസി. കുക്കറിൽ വെച്ചിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ആൾക്ക് ഒരുപാട് ഉടയണമെന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ പൊട്ടാറ്റോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പുറം തന്നെ കട്ടൻ ചായക്കാണ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത്. ആൾക്ക് നാസ്ത കഴിക്കുമ്പോൾ കട്ടൻ ചായ മസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും മോൻ എണീറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ വന്നിരിക്കുന്നത്. പുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളവിടെ മോനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ. അതിന് മുമ്പ് തന്നെ നാസ്ത ഞാൻ റെഡിയാക്കി കൊടുക്കും. ഞാനപ്പോൾ ഓരോന്ന് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടും റെഡി ആയിട്ടുണ്ട്. ആൾ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്ക് ടൈമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കും ഒരാൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടെ. എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഷൂസൊക്കെ ഇടണം പോകാനായിട്ട്. ഷൂസൊക്കെ ഇട്ടപ്പോഴത്തേക്കും ലിഫ്റ്റ് വന്ന് ഹസ്ബൻഡ് കയറി പോയിട്ട് ആൾ കുറച്ച് കരഞ്ഞിട്ട് ആൾ പോയപ്പോൾ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടീസാണ്. ആൾ പോയി കഴിയുമ്പോഴൊക്കെയാണ് ഞാൻ ബാക്കി എല്ലാം ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. മോർണിംഗിൽ തന്നെ കുറച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് അതൊക്കെയാണ് കേട്ടോ വിരിച്ചിടുന്നത്. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഡ്രൈ ആവാൻ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കോറിഡോറിൽ ഷൂ റാക്കൊക്കെ സെറ്റാക്കാനാണ്. സെറ്റ് ചെയ്ത് അത് തന്നെ റൂമൊക്കെ സെറ്റ് ചെയ്ത് ഇത് താഴത്തേക്കുള്ള വ്യൂ ആണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഇതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെയാണ് കേട്ടോ എല്ലാം. പിന്നീട് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യണം. ബാൽക്കണി ക്ലീനിങ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് അടിച്ചു വാരാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതൊന്നും ഉറങ്ങിയിട്ടുണ്ടായി. അതെടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്നപ്പോൾ ഒരു നല്ലൊരു കാറ്റും മഴയുടെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ മഴ കാറ്റ് എല്ലാം ആൾക്ക് നല്ല പേടിയാണ് കേട്ടോ. പിന്നെ വേറൊരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. നമ്മുടെ ഫാമിലി ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നേരത്തെ എടുത്താണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടോളൂ കേട്ടോ. എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.